കേരളത്തിലും പാറ്റാ സമരം. കേരളത്തിൽ ഓഗസ്റ്റ് 21-ന് പാറ്റാ മോഡൽ ഡൽഹി പാറ്റാ മോഡൽ സമരം നടക്കുന്നു. നിങ്ങൾ എഴുതി വെച്ചോളൂ, തോറ്റുപോകും. എഴുതി വെച്ചോളൂ, പേനയും പേപ്പറും കൊടുത്ത് എഴുതി വെച്ചോളൂ, തോറ്റുപോകും. തോറ്റുപോകും മക്കളെ, നിങ്ങൾ തോറ്റുപോകും. ആശാസമരം 300 ദിവസമാണ് പോയത്. തോറ്റുപോയില്ലേ കേരളത്തിൽ? ആശാസമരത്തിൽ ഭരണകക്ഷി ഒഴിച്ച് എല്ലാവരും പങ്കെടുത്തില്ലേ? സാംസ്കാരിക നായകർ, സാമൂഹ്യ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, SECA പോലുള്ള പാർട്ടികൾ, ഇടതുപക്ഷ ഒഴിച്ചുള്ള ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ 100 വട്ടം അവിടെ പോയി. സുരേഷ് ഗോപി പോയി, കൊട വാങ്ങിച്ചു കൊടുത്തു, മാല വാങ്ങിച്ചു കൊടുത്തു, എന്തെല്ലാം സൗകര്യങ്ങളും ചെയ്തു. അവിടെ വള വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് കളിയാക്കി, മാലയും വളയും കളിയാക്കി പറഞ്ഞതാണ് ആളുകൾ. കൊട വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും ആക്ടിവിസ്റ്റുകൾ പോയി അവിടെ. സമരം പക്ഷേ 21,000 രൂപ കിട്ടിയില്ലല്ലോ. പിന്നെ പുതിയ ഗവൺമെൻറ് വന്ന് 3,000 രൂപ കൂട്ടിക്കൊടുത്തു. അത് വേറെ കഥ, അതൊരു വേറെ ആശ്വാസം, അവർക്ക് കിട്ടിയ ഒരു സമാശ്വാസം. 21,000 ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പറ്റുമോ? ആ സമരം എന്തേ പൊളിഞ്ഞു പോയത്? അവരെന്തേ അന്ന് മതിയാക്കേണ്ടി വന്നത്? പിന്നെ അവർ തെരഞ്ഞെടുപ്പൊക്കെ വന്ന് അടുത്ത ആൾ വന്ന് അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അവർ എന്താ സംഭവിച്ചത്? അല്ല, LDF തോറ്റതുകൊണ്ട് UDF വന്ന് 3,000 രൂപ കൂട്ടിക്കൊടുത്തു. 7 എന്നുള്ളത് 10 രൂപ കിട്ടിയവർക്ക്. അത്രയും മെച്ചം. UDF കൺസിഡർ ചെയ്യാമെന്നും പറയുന്നു. പിന്നെ പക്ഷെ സമരം കൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല. കേരളത്തിൽ അങ്ങനെ എളുപ്പമല്ല. കേരളത്തിൽ സമരം കൊണ്ട് നേടുക അത്ര എളുപ്പമേ അല്ല, വളരെ പ്രയാസമാണ്. ഇനി നേടിയാൽ പോലും സമരക്കാർ മാത്രമേ കാണുകയുള്ളൂ. അത്രമാത്രം ശക്തി വേണം. അത് ഏതെങ്കിലും പാർട്ടി ചെയ്യണം. ഏതെങ്കിലും പാർട്ടി ചെയ്താലൊന്നും നടക്കത്തില്ല. ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ തന്നെ ചെയ്യണം കേരളത്തിൽ സമരം. CPM സമരം ചെയ്യണം, CPMൻ്റെ സംഘടനകൾ സമരം ചെയ്യണം. അങ്ങനെ ആയാൽ പോലും വിജയിക്കൂല. എന്നാലും വലിയ ബഹളം നടക്കും. ഡൽഹിയിൽ അഭയ കേസുണ്ടായല്ലോ, ഒരു നിർഭയ, അഭയ എന്ന് ഞാൻ പറഞ്ഞു, ഒരു നിർഭയ കേസുണ്ടായല്ലോ. അത് ജീവിതയുടെ പേര് പറയാൻ, പിന്നെ കേസൊക്കെ വിധിയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് പറയാം. നിർഭയ കേസുണ്ടായല്ലോ. എന്താ സംഭവിച്ചു? ലക്ഷക്കണക്കിന് ആളുകളാണ് ജന്തർ മന്ദർ പോയി കേസ് ചെയ്തത്. അവിടെ കേസിന് പോയത്, പിന്നെ പ്രൊട്ടസ്റ്റിന് പോയത്, എതിർക്കാൻ പോയത്. ഇവിടെ എത്ര പേരെ ക്ലീനൂർ കേസ് വന്ന് ആര് എതിർത്ത്? ശാരിയെ കൊന്ന് അവർ അച്ഛനും അമ്മയും കൂടെ ചത്ത് മരിച്ചുപോയി, പാവങ്ങൾ, പോറ്റി കുടുംബം എല്ലാം കൂടെ മരിച്ചു. പിന്നെ നമ്മളെ പാവപ്പെട്ട മധുവിനെ കെട്ടിക്കൊന്നു, തൂക്കിക്കൊന്നു, അരി മോട്ടിച്ചെന്നും പറഞ്ഞ്. നിഷയെ കൊന്ന് പെരുമ്പാവൂരിൽ. അത് കേസിൽ വിധി വന്നു എന്ന് പറയാം. പക്ഷെ ആര് പ്രതികരിച്ചെന്നീ കേരളത്തിൽ? അവനവനിസമായിട്ട് നടക്കുന്ന കേരളീയൻ ആരാ പ്രതികരിക്കുന്നത്? നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തു, അത്രയെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള പ്രതികരണം ചെയ്തു. മലയാളിക്ക് അതിനോട് മുല്ലപ്പെരിയാർ, ഇവിടെ ആർക്കാ താല്പര്യം? മയിലമ്മയുടെ കേസ്, അത് പിന്നെ കോടതി ഇടപെട്ടതുകൊണ്ട് വേറെ രൂപത്തിലേക്ക് പോയി. കൊക്കോക്കോള കേസ് കോടതിയൊക്കെ ഇടപെട്ടത് വേറെ കേസിൽ പോയി. ഇവിടെ ഏത് സമരം വിജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്? വിളപ്പൽശാല സമരം, അത് വിജയിച്ചതിന് വേറെ കഥകളുണ്ട്. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ കാര്യം കൂടെയാണത്. അല്ല, പ്രയാസമാണ് കേരളത്തിൽ സമരം വിജയം. അതുകൊണ്ട് മക്കളെ എഴുതി വെച്ചോളൂ. അഭിജിത്ത് ദീപ്കയെ നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് 21-ാം തീയതി പുള്ളി വരുന്നു എന്ന് പറയുന്നു. പുള്ളി വന്നാലൊക്കെ നല്ല ഹൈപ്പ് കിട്ടും. ചാനലുകൾ പുള്ളിയുടെ ബൈറ്റ് എടുക്കാൻ മത്സരിക്കും. പുള്ളിയുടെ പ്രസംഗമൊക്കെ വളരെ വലിയ തോതിൽ കൊടുക്കും. പിറ്റേ ദിവസം പത്രങ്ങളൊക്കെ വലിയ വാർത്ത ഇടും. കാര്യം അഭിജിത്ത് ദീപ്കയ്ക്ക് ആരാധകരുണ്ടല്ലോ ഇന്ത്യയിൽ. അതെല്ലാം നടക്കും, അതിനൊന്നും കുഴപ്പമില്ല. അഭിജിത്ത് ദീപ്കെ വരും, വേണമെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ വരും, വേണമെങ്കിൽ വേറെ ആളുകളൊക്കെ ഡൽഹിയിൽ നിന്ന് വരും. നല്ല സമരം നടക്കും. മറ്റേ SFIയുടെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവരുമൊക്കെ വരും. അല്ല, അതൊക്കെ വരും. വന്ന് നല്ല സമരവും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പൊങ്ങൂല്ല, കാര്യങ്ങൾ ഉയർന്നു വരില്ല. ഉയർന്നു വരാൻ എളുപ്പമേ അല്ല കേരളത്തിൽ. കാരണം കേരളം അങ്ങനെ ഒരു സ്ഥലമാണ് എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. നിങ്ങൾ PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻകാർ നിങ്ങൾ സമരം ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. നിങ്ങൾ സമരം ചെയ്താൽ ജെനുവിൻ സമരമാണെങ്കിൽ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യാം. ജെനുവിൻ സമരത്തെ സപ്പോർട്ട് ചെയ്യണമല്ലോ. യുവാക്കളുടെ കാര്യമല്ലേ, യുവതികളുടെ കാര്യമല്ലേ. പക്ഷേ വിജയിപ്പിച്ചെടുക്കുക കേരളത്തിൽ വലിയ പാടാണ്. ഉപ്പ് തിന്നാലും മണ്ണ് തിന്നാലും ഇല തിന്നാലും സെക്രട്ടേറിയറ്റിൽ ശയനപ്രതിഷ്ഠ നടത്തിയാലും പോലീസുകാർ എന്തോരം ശയനപ്രതിഷ്ഠ നടത്തി, വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് സമരം അത്ര എളുപ്പമല്ല. ഇനി അഭിജിത്ത് ദീപ്കെ അല്ല, സാക്ഷാൽ അണ്ണാ ഹസാരെ, അദ്ദേഹമാണല്ലോ സമരനായകൻ. ഇന്ത്യയിലെ ലക്ഷങ്ങളെ മൊബിലൈസ് ചെയ്യുന്ന സമരനായകൻ അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ വന്നാലും കാര്യമൊന്നുമില്ല. മലയാളി അങ്ങനെയൊന്നും
എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഇത് വിജയിപ്പിക്കാനൊന്നും ആരും പറയത്തില്ല, അങ്ങനെ നമുക്കൊരു ശീലവുമില്ല. അതുകൊണ്ട് നടക്കട്ടെ. എന്തായാലും അഭിജിത്ത് ദീപ്തിയൊക്കെ വരട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ ഇരിക്കാം. നിങ്ങളുടെ പ്രശ്നം ഗവൺമെൻറ് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ.